ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കിന്ന് സാധാരണയുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ ഒരു രാവിലെ നേരം കണ്ടാലോ. രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. സമയം ഇപ്പം ഏകദേശം 9 മണിക്കായി കാണും. ലേറ്റായിട്ട് തന്നെ കിടക്കണോണ്ട് ലേറ്റായി തന്നെയാണ് എനിക്കും ചെയ്യാറ്. രാത്രി മൊത്തം അവർ കരഞ്ഞ് വാശിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ സുഖമായിട്ട് രാവിലെ ആയിരുന്നു കിടന്നുറങ്ങുക. അങ്ങനെ വിതുക്കുട്ടൻ രാവിലെ എണീറ്റ് വന്നിട്ടുണ്ട്. ചില സമയത്ത് രാവിലെ എണീക്കുമ്പോൾ വാശിയാവും, ചിലപ്പോൾ നല്ല ചിരിച്ചിട്ടൊക്കെ എണീക്കുക. ഇന്ന് ചിരിയുണ്ട് കരച്ചിലുണ്ട് പറഞ്ഞ് മിക്സഡ് ആയിട്ടാണ് മൂപ്പയാളെ എണീക്കണത്. അങ്ങനെ എൻ്റെ വിതുക്കുട്ടനൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ ഫോർമുല മിൽക്ക് കലക്കാൻ പോയിട്ടോ. അന്ന് കലക്കാൻ പോയി വരുമ്പോഴേക്കും അത് എൻ്റെ കണ്ണ് തെറ്റുമ്പോഴേക്കും മറ്റവൻ്റെ അടുത്തേക്ക് നീങ്ങി പോയി തുടങ്ങി. അവൻ കമന്ന് കിടന്നിട്ട് മറ്റവൻ്റെ മേത്ത് കിടന്നിട്ടാണ് കളിക്കാൻ നിൽക്കുന്നത്. മറ്റവൻ ഉറക്കത്തിൽ നീട്ടിട്ടില്ല. രണ്ടുപേരും ഒരുമിച്ച് എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. അപ്പോൾ വേഗം തന്നെ അവനെ എടുത്തിട്ട് ഞാനും മടിയിൽ വെച്ചു വിട്ടു. പാല് കലക്കിയത് എന്നും രാവിലെ കൊടുക്കുക അമ്മ തന്നെയാണ്. മറ്റാൾ ഇതുവരെ എണീറ്റിട്ടില്ല. ഈ നേരത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഉറക്കമൊത്ത് ചിലപ്പോൾ വിട്ടിട്ടുണ്ടാവില്ല. രാത്രി നേരം 2 പേർക്കും മാറി മാറി ഫീഡ് ചെയ്യണ കാരണം ശരിക്കും ഉറക്കവും കാര്യങ്ങളൊന്നും കിട്ടില്ല. ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കിട്ടിയ ഭാഗ്യം. ഇവർക്ക് ഫോർമുല മിൽക്കും ബ്രസ്റ്റ് ഫീഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് മിക്സഡ് ആയിട്ടാണ് കൊടുക്കുന്നത്. കൂടുതലും ഇപ്പോൾ ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇവർക്ക് കുറുക്കും കാര്യങ്ങളൊക്കെ രാത്രി മാത്രമാണ് കൊടുത്തു തുടങ്ങുന്നുണ്ട്. 6 മന്ത് കംപ്ലീറ്റഡ് ആയിട്ട് 2 ടൈം കൊടുക്കാച്ചിട്ടിപ്പോൾ ഒരു നേരമാണ് കുറുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ അമ്മ അവർക്ക് പാല് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകും. അവരെന്നെ കട്ടിലുമ്മ കിടത്തിയിട്ട് ഉറങ്ങി കിടക്കുകയാണെങ്കിലും വന്നിട്ട് പല്ലേക്കാനൊന്നും എനിക്ക് ധൈര്യമില്ല. കാരണം ഇപ്പോൾ വേണമെങ്കിൽ അവർ ചിലപ്പോൾ പെട്ടെന്ന് എണീറ്റ് താഴത്തേക്ക് വീഴുക എന്നുള്ള കാരണം ആരെങ്കിലും ഒരാൾ നോക്കിയിരിക്കുമ്പോൾ മാത്രമാണ് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ കഴിഞ്ഞ് വരുമ്പോൾ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്, ചവിട്ടിയും തോണ്ടിയൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ 2 പേരും ഉഷാറായി പാലൊക്കെ കുടിച്ചിട്ട് നല്ല ഉഷാറായി കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഇവരെ താഴ്ത്തു കൊണ്ടു കിടത്തുട്ടോ. അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് വരുമ്പോഴേക്കും അമ്മ അവിടെ അടിച്ചൊരു വൃത്തിയാക്കി ഇട്ടുണ്ടാവും 2 പേരേനെയും കിടത്താൻ വേണ്ടിയിട്ട്. കട്ടിലുമ്മ കിടത്തിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാരണം പ്ലേമാറ്റ് പിടിച്ചിട്ട് ഞങ്ങൾ താഴത്ത് കിടത്തുക ചെയ്യുക. രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ ഈ പ്ലേമാറ്റിൽ കിടന്ന് കളിക്കൽ തന്നെ ഇവരുടെ പണി. അധികം ഞങ്ങൾ എടുത്ത് നടത്താറൊന്നുമില്ല. കാരണം ഞങ്ങൾ 2 പേരാണ് ഡേ ടൈം ഉണ്ടാവുള്ളൂ. ഹസ്ബൻഡും ബ്രദറൊക്കെ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ സ്റ്റേ ചെയ്യണം. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലേ വരുള്ളൂ. പിന്നെ അച്ഛൻ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ 2 പേരാണ് ഇവരെ നോക്കണത്. അപ്പോൾ എടുത്ത് നടക്കുക വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വേറൊരു പരിപാടി നടക്കില്ല വെച്ചിട്ടൊക്കെ എടുത്ത് കളിപ്പിക്കാനാണ് മാക്സിമം നോക്കുക. അത്രയും വാശിയായി കഴിഞ്ഞാൽ മാത്രമാണ് എടുത്ത് നടക്കാറുള്ളൂ. ഇപ്പോൾ കണ്ണ് തെറ്റി കഴിഞ്ഞാൽ ഏത് ഭാഗത്തേക്ക് അവർ നീങ്ങണമെന്ന് പറയാൻ പറ്റത്തില്ല. എങ്ങോട്ട് വേണമെങ്കിലും നീങ്ങാം. അതിനാണ് ഈ തലോണയൊക്കെ ചുറ്റോറം വെച്ചിട്ട് ഒരു സേഫ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണ്. പ്ലേമാറ്റ് തന്നെ ഒരു ഇത്തിരി അല്പം പൊന്തിച്ച് വെച്ചിട്ടാണ് ഞാൻ ഇട്ടേക്കണത്. എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ടും തിരിയാം. ഇവരുടെ പാലുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഈ നേരമാകുമ്പോൾ വീണ്ടും ഒന്ന് കിടന്നുറങ്ങാറുണ്ട്. കുളിക്കുന്നതിന് മുന്നേ ചിലപ്പോൾ 2 പേരിൽ ആരെങ്കിലും ഒരാളൊക്കെ ഒന്ന് കിടന്നുറങ്ങും. ഇന്നിപ്പോൾ ഇതാ 2 പേരും ഉറങ്ങിയിട്ടില്ല. 2 പേരും കളിക്കാനിരിക്കുകയാണ്. ഈ നേരം കൊണ്ട് ഇവർ കുളിക്കാൻ പോണേറ്റ് മുന്നേ എൻ്റെ ചായയുടെയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു പോകട്ടോ. ആരെങ്കിലും ഒരാളെ എപ്പോഴും നോക്കിയിരിക്കേണ്ട കാരണം എൻ്റെ ചായയും കാര്യങ്ങളൊക്കെ ഞാൻ ഇവരുടെ അടുത്തിരുന്നിട്ട് തന്നെ ചായയുടെയും കാര്യങ്ങളൊക്കെ തീർക്കുക. ചായ കുടിച്ച് ഫുള്ളാക്കാനും നേരം കിട്ടില്ല. അപ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ചിരിക്കും. ഇതിപ്പോൾ കണ്ട വിതുക്കുട്ടൻ കമന്ന് കിടന്നിട്ട് നീക്കാൻ പറ്റാണ്ട് കിടന്ന് കരയുകയാണ്. കുറച്ച് നേരം കമന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ കരയാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ പിന്നെ അവനെടുത്തിട്ട് നേരെ കിടത്തിയിട്ട് വീണ്ടും ചായയുടെയും കാര്യങ്ങളൊക്കെ അങ്ങനെ തുടർന്നു പോകും. പിന്നെ കരച്ചിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മ വന്നിട്ട് എന്തെങ്കിലും കാണിച്ചു കൊടുക്കും. അമ്മ വല്ല പണികളുടെ ഇടയിൽ നിന്നാണ് ഈ വന്നിട്ട് പിള്ളേർ കളിപ്പിക്കാനൊക്കെ നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ നൈസായിട്ട് എൻ്റെ ചായയുടെയും കാര്യങ്ങളൊക്കെ തീർത്തിരിക്കും. ഇതിൻ്റെ ഇടയിൽ പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൗസർ മാറ്റിയിട്ട് കൊടുക്കലാണ്. പിന്നെ വേറൊരു ഇത് നമ്മൾ ഡയപ്പർ 2 പേർക്കും യൂസ് ചെയ്യുന്നില്ല. എങ്ങടെയും പോകുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന കാരണം മിനിറ്റിന് മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറ്റി കൊടുക്കണം. ഒരാൾ പിടിച്ച് കിടത്തുമ്പോൾ മറ്റാൾ അപ്പുറത്തേക്ക് പോകും, ഇപ്പുറത്തെ ആൾ പിടിച്ച് കിടത്തുമ്പോൾ അപ്പുറത്തെ ആൾ പോകും. അങ്ങനെയായിട്ട് കുറച്ച് നേരം അങ്ങനെ നമ്മൾ ടൈം ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കും കേട്ടോ. പിന്നെ ഇവിടെ നിന്നിട്ട് ഇവരെ കളിപ്പിച്ചിരിക്കൽ തന്നെയാണ്. പിന്നെ കുളിക്കാൻ നേരം അമ്മയുടെ പണികളൊക്കെ കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും കേട്ടോ. അമ്മയുടെ ഏകദേശം പണികളൊക്കെ ഒതുങ്ങി കഴിഞ്ഞിട്ട് അമ്മയാണ് കുളിപ്പിക്കുക. അതുവരെ ഞാനിങ്ങനെ ഇവരെ നോക്കിയിരിക്കും. ഈ കാണുന്ന പോലെ എപ്പോഴും ചിരിച്ചും കളിച്ചിട്ടൊന്നല്ല ഇരിക്കുക. മിനിറ്റ് വെച്ചിട്ട് അവരുടെ സ്വഭാവം മാറും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരുടെ അടുത്തുനിന്ന് മാറി നിൽക്കാനും പറ്റില്ല. എന്തെങ്കിലും പണികൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആൾക്കാരെ കണ്ടില്ലെങ്കിലും ഒക്കെ ഇവർ കരയും. അങ്ങനെ കരയണ സമയത്ത് പാൽ കൊടുത്തിട്ട് കെടുത്തും. ഇപ്പോൾ ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം നോക്കി തുടങ്ങി പിടിച്ച് വലിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും അക്കുവിൻ്റെ
മൂടും മാറി ദേഷ്യം വന്ന കരച്ചിലൊക്കെ വന്നു തുടങ്ങി. പിന്നെ അതാ പോകുന്നു വേണ്ട ഈ നിലയ്ക്ക് പോയിട്ട് അവിടെ ഇവിടെ മുട്ടണ്ട വെച്ചിട്ടാണ് നിറച്ചും തലോണം വെച്ചിട്ട് കൊടുത്തേക്കണത്. ഇപ്പം ഏത് സ്ഥലത്തേക്ക് തിരിയാന്നറിയാത്ത കാരണം ഒരു കാര്യം ചെയ്യാണ്ട് ഇവരെ തന്നെ നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. അങ്ങനെ പോണ ആളേനെ താഴത്തേക്ക് ഇറക്കി കിടത്തിയാൽ ആൾ ആ പോക്കന്നെ പിന്നെയും പോകും. തല തിരിച്ച് കിടത്തി കഴിഞ്ഞാലോ ടൈലിട്ട സ്ഥലത്തേക്കാണ് പോവുക. പിന്നെ അവിടെ പോയിട്ട് തല മുട്ടി അല്ലെങ്കിൽ കവന്ന് കഴിഞ്ഞാൽ മുഖം ഇടിക്കും. അപ്പോൾ പിന്നെ ആ അവസ്ഥയ്ക്ക് തന്നെ പൊക്കോട്ടെ വെച്ചിട്ടാണ് തലവണയൊക്കെ വെച്ച് കൊടുത്തിട്ട് അവിടെ കിടത്തിയേക്കുന്നത്. ഒരു മിനിറ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും പെട്ടെന്നാവും ചിലപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഇടിക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ഇവർക്ക് കുളിച്ച് മാറാതെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് തുടങ്ങും. കുളിക്കാനുള്ള ടൈമൊക്കെ ആയാൽ ഞങ്ങളുടെ ഒരു സാധാ ദിവസം കഴിഞ്ഞ് പോകുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. മെല്ലെ മെല്ലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതും കാര്യങ്ങളൊക്കെ. പിന്നെ ഞങ്ങൾ 4 പേരും കൂടിയിട്ട് തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക. ആദ്യം അങ്ങനെ വിതുക്കുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ആദ്യമൊക്കെ കുളിക്കുമ്പോൾ ഒരു നല്ല കരച്ചിലായിരുന്നു. ഇപ്പോൾ പിന്നെ അതൊക്കെ മാറി. വെള്ളം മേത്തേക്ക് വയ്ക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ചിരിച്ചിട്ടൊക്കെ ഇരിക്കുക. അങ്ങനെ വാശിയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വിതുക്കുട്ടൻ്റെ കുളി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ കുളിച്ച ആളെ ഞാൻ എടുത്തിട്ട് കുളിപ്പിക്കാനുള്ള ആൾ അമ്മമ്മയുടെ കൂടെ പോവും. പിന്നെ അവനെ മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ഇപ്പോൾ തൊട്ട് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞാൽ അവൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അവനെ നോക്കിയിരിക്കണം മറ്റാൾ കുളിച്ച് വരുന്നവരെ. ചിലപ്പോൾ പാൽ കുടിച്ച് കഴിഞ്ഞാൽ ഉറങ്ങും. ഇന്ന് ഉറങ്ങിയിട്ടില്ല, കളിക്കാൻ കുത്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ഥിരം വരാറുള്ള ആൾ തന്നെയാണ്. ഉണ്ണിയാളെ കാണാൻ വേണ്ടിയിട്ട് അടുത്ത വീട്ടിലത്തെ ചേട്ടൻ വരാറുണ്ട്. അവൻ്റെ അമ്മ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവൻ്റെ അച്ഛമ്മേനെയും കൂട്ടിയിട്ട് ഉണ്ണിയാളെ കാണാൻ വേണ്ടിയിട്ട് വരും സ്ഥിരം. ചില ദിവസങ്ങളിൽ നേരത്തെ തന്നെ അവൻ അച്ഛമ്മേനെ കൂട്ടിയിട്ട് വരും. ആ സമയത്തൊന്നും ചിലപ്പോൾ ഇവർ എണീറ്റിട്ടുണ്ടാവില്ല. അത് കാരണം കാണാണ്ട് മടങ്ങിപ്പോവും. പിന്നെ ഉച്ച കഴിയുന്ന സമയത്ത് നടക്കാൻ പോകുമ്പോഴും ചേട്ടൻ ഉണ്ണീനെ കാണാറുണ്ട്. അവൻ വന്നിരുന്നിട്ട് ഉണ്ണീനെ കളിപ്പിക്കലും പിന്നെ അത് കഴിഞ്ഞ് ഉണ്ണികളുടെ കിലിക്കൊക്കെ എടുത്തൊന്ന് കിലിക്ക് വെക്കലൊക്കെയാണ്. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും അക്കുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഉണ്ണിയോളേനൊക്കെ കളിപ്പിക്കൽ കഴിഞ്ഞാൽ അവൻ പോവും. അവന് ഉറങ്ങാനുള്ള ടൈമായി കഴിഞ്ഞാൽ അവൻ പോവും. അവർ വന്നിരിക്കുന്നതിൻ്റെ ഇടയിൽ വിതുക്കുട്ടൻ നൈസായിട്ട് ഉറങ്ങി. ഇപ്പം അക്കുവിനെ ഞാൻ ഉറക്കിയിട്ട് തൊട്ടിക്ക് കിടത്താൻ വേണ്ടിയിട്ടിരിക്കുക. ഇവിടെ കിടന്ന് ഉറങ്ങുന്നില്ല ശരിയായിട്ട്. അപ്പം ഞാൻ തൊട്ടിയിൽ കിടത്താൻ വേണ്ടി 2 പേരെയും തൊട്ടിയിൽ കിടത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ആട്ടി കൊടുത്തൊന്ന് ഉറക്കി. അങ്ങനെ അവർ ഉറങ്ങി എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇനി കുറച്ചും കൂടി പണിയൊക്കെ ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഫുള്ള് തുടയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പകുതി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊന്ന് തുടച്ച് കഴിഞ്ഞിട്ട് കുളിക്കാൻ നോക്കുമ്പോഴേക്കും ഒരാളുടെ ഉറക്കം കഴിഞ്ഞ് നിലവിളിച്ച് തുടങ്ങി. പിന്നെ അവനെടുത്തു. അത് കഴിഞ്ഞാൽ നേരമില്ല. 2 പേരുടെ ഉറക്കം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ. ഒപ്പം ഉറങ്ങുക ഒപ്പം എനിക്ക് അങ്ങനെയൊന്നുമല്ല. ചിലപ്പോൾ ഒരാൾ ഉറങ്ങും, ഒരാൾ ഉറങ്ങില്ല. അതൊക്കെ അവരുടെ മൂഡ് പോലെ ഇരിക്കും. അതിൻ്റെ ഇടയിൽ അമ്മ ചോദിക്കുന്നുണ്ട്, മോളെ ഞാൻ പോയി വന്നിട്ട് കുളിച്ചാൽ മതിയോ എന്ന്. നേരം 12 മണിയായി, റേഷൻ പീടി എടുക്കണേറ്റ് മുന്നേ പോകണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞ സാരില്ല അമ്മ, അങ്ങോട്ട് പൊക്കോ, ഇതൊക്കെ ഇരി ശീലമായില്ലേ. ശീലം വേറെ ഒന്നുമല്ല, ഉച്ചകുളിയാണ്. എൻ്റെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഏകദേശം 12:30 1 മണി ആ നേരത്തൊക്കെ ആയിരിക്കും. ഇവരുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പോയിട്ട് എന്തെങ്കിലും ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ നമ്മുടെ പണികൾ കഴിയുന്നവരൊക്കെ ഞാൻ കാത്തിരിക്കും. വീണ്ടും മൂത്രമൊഴിച്ച് മുക്കിയിട്ട് എടുക്കുന്നുണ്ട്. അമ്മ വരുമ്പോൾ വീണ്ടും കളിച്ചിട്ട് ഒരാൾ പ്ലേ മാറ്റിൻ്റെ പുറത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അമ്മ കടയിലൊക്കെ പോയി വന്നു. 2 പേരെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ കുളിക്കാൻ പോയിട്ടോ. അങ്ങനെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം 12:30 ടൈമൊക്കെ കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞ് അവർക്ക് വീണ്ടും ഫോർമുല ഫീഡിങ് നൽകണം. അതിൻ്റെ ഇടയിൽ ഫീഡ് ചെയ്യാനുള്ള ടൈമായി. ഓരോരുത്തർ വാശിയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.